ഹലോ കുട്ടികളെ, എത്ര ദിവസമായി ക്ലാസ്സൊക്കെ കണ്ടിട്ട്? നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ, ലെസൺ 3 അപ്പോൾ എങ്ങനെ പഠിച്ചൊക്കെ തുടങ്ങിയല്ലേ? കഴിഞ്ഞ 2 ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ലെസൺ 1, ലെസൺ 2 ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണണം, ഒരു ക്ലാസ് മിസ് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മലയാളം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മലയാളം ആണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ കുറച്ച് വാക്കുകൾ എഴുതാൻ പഠിക്കാം. ഓക്കെ. ആദ്യം നമ്മൾ വാക്കുകൾ പഠിക്കുന്നു, എന്നിട്ട് അതൊരു സെൻറ്റൻസ് ആക്കുന്നു, അല്ലെങ്കിൽ അതൊരു വാക്യം ആക്കി നമ്മൾ പറയുന്നു. അപ്പോൾ ആദ്യം എല്ലാവരും ശ്രദ്ധിച്ചോ. എല്ലാവർക്കും മയിലിന് ഇഷ്ടമാണോ? മയിൽ അല്ലെങ്കിൽ പീക്കോക്ക് അറിയില്ലേ? മാ യാ ഇ എൽ. എങ്ങനെ മയിൽ എന്ന് എഴുതുന്നത്? ഫസ്റ്റ് നമ്മൾ മാന്ന് എഴുതും, പിന്നെ യാന്ന് എഴുതും, പിന്നെ അതിനൊരു കൊക്കിട്ടെടുക്കും ഈ, പിന്നെ എൽ. മയിൽ, മയിൽ, മയിൽ അല്ലേ? അടുത്തത് മയിലിൻ്റെ പീലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയല്ലേ കാണാൻ, പല പല കളറുകളിൽ വ്യത്യസ്ത നിറത്തിലുള്ളത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം മയിലിൻ്റെ ആ ഒരു ഫെദർ ഉണ്ടല്ലോ, ചിറക്, അതിന് നമുക്ക് പീലി എന്ന് പറയാം. പീലി, പാ പീ ലാ ലി, പീലി. പാ ശേഷം നമ്മളതിന് നീട്ടാൻ വേണ്ടിയിട്ട് പി എന്നാണ് ഇട്ട് കൊടുത്തത്, അല്ലല്ലോ? ഇവിടെ ഒരു റൗണ്ടും കൂടെ വരുന്നുണ്ട്, പീ എന്ന് വായിക്കാൻ. അപ്പം പീ, പിന്നെ ലാ, പിന്നെ ലാക്കൊരു കൊക്കിട്ട് കൊടുത്തു, അപ്പം ലി, പീലി. അല്ലാണ്ട് ഇങ്ങനെ വായിക്കരുത്, പിലി എന്ന് വായിക്കരുത്, പീലി, പീലി എന്ന് വേണം വായിക്കാൻ കേട്ടോ. അപ്പം മയിൽ പീലി വിടർത്തി. ഫോട്ടോസിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മയിൽ പീലി വിടർത്തി നിൽക്കുന്നത് അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം വിടർത്തി എന്നെങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം. വിടർത്തി എന്ന് എഴുതുമ്പം ആദ്യത്തെ അക്ഷരം വ, പിന്നെ അതിന് വി, വി എന്നാക്കണം, വി. ഇനി ഡ, വിട, വിട, അപ്പം ഡ. ഇനി എർ, വിടർ, വിടർ, എർ, എർ എന്നെങ്ങനെ ഇത് കണ്ടോ? ഇനി വിടർ തി, തി, വെറും ത അല്ല, തി. അപ്പോൾ 2 അട്ടി ത വരും, വിടർത്തി. ഇനി അതിന് തി, കൊക്ക, കണ്ടോ? ഇങ്ങനെയാണ് വിടർത്തി എന്ന് എഴുതുക. ഫസ്റ്റ് വ, പിന്നെ അതിന് വി, ഡ, എർ, തി, പിന്നെ അതിന് കൊക്ക ഇട്ട് കൊടുത്തു അല്ലേ? വിടർത്തി. ഇനി ഈ ഒരു സെൻറ്റൻസ് കൂട്ടി എഴുതി നോക്കാം. ഫസ്റ്റിൽ എന്തായിരുന്നു? മയിൽ, മാ യാ ഇ എൽ, പീലി വിടർത്തി, വാ വി ഡ എർ തി, വിടർത്തി. കൂട്ടി വായിക്കുമ്പം മയിൽ പീലി വിടർത്തി. ഓക്കെ. ഇത് ലാസ്റ്റിൽ ക്ലാസ്സിൻ്റെ എൻഡിൽ വരുമ്പം നമ്മളടുത്തൊരു പഴയ നോട്ട്ബുക്ക് മനസ്സിലുണ്ടല്ലോ കയ്യിൽ, അത് വെച്ചിട്ട് ഒരു കേട്ടെഴുത്ത് നടത്തും. അപ്പോൾ കേട്ടെഴുത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഓക്കെ. അടുത്തത് പഠിച്ചാലോ? അടുത്തൊരു സെൻറ്റൻസ്, അടുത്ത വാക്കാണ് മനു മിഠായി വാങ്ങി. മനു, മാ നാ നു, മനു. മിഠായി, മാ മീ ഠ, ഠ, ഇതൊരു ഠ, ഠ ഠ ഠൻ ഠന, ഠ, മിഠായി, മിഠായി. വാങ്ങി, വാ, വാ, ശേഷം ങ, 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 ങി, വാങ്ങി, വാങ്ങി. മാ മനു മീ ഠ ഇ വാങ്ങി, മനു മിഠായി വാങ്ങി, മനു മിഠായി വാങ്ങി. അടുത്തൊരു വാക്ക് നോക്കിയാലോ? അടുത്തൊരു വാക്കാണ് മീര മാങ്ങ തിന്നു. മീര, മീര എന്ന് എഴുതുമ്പം മിര എന്ന് എഴുതാൻ പറ്റില്ല, മീര. ഇവിടെ ഒരു റൗണ്ട് വരുന്ന, ഒരു വൃത്തം വരുന്ന രീതിയിൽ വേണം ഈ കൊക്ക ഇടാൻ. മീര മാങ്ങ,
മാങ്ങക്ക് നീട്ടാൻ വേണ്ട, മാക്ക് മാങ്ങ, വാങ്ങി എന്നുള്ളതിൽ ങ, മാങ്ങ. തിന്നു, താ തീ നാ നു, തിന്നു. അപ്പോൾ മീര മാങ്ങ തിന്നു, മീര മാങ്ങ തിന്നു, മീര മാങ്ങ തിന്നു. അടുത്ത വാക്ക് കുട്ടി വിമാനം കണ്ടു. അപ്പോൾ കുട്ടി എന്നെങ്ങനെ എഴുതുക? ഫസ്റ്റ് കാന്ന് എഴുതും, പിന്നെ കൂന്ന് എഴുതും, പിന്നെ ടാന്ന് എഴുതും, പിന്നെ അതിനെ കുട്ടി ടീന്ന് എഴുതും. അപ്പോൾ കുട്ടി എന്നായി. ഇനി വിമാനം, വാന്ന് എഴുതും, വീന്ന് എഴുതും, മാന്ന് എഴുതും, മാന്ന് എഴുതും, നാന്ന് എഴുതും, നം എന്നെഴുതി കൊടുക്കും. വിമാനം കണ്ടു, കാ എന്ന് എഴുതി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഉണ്ടാ, എങ്ങനെ ഉണ്ടാന്ന് എഴുതുക? ഇങ്ങനെയാണ് ഉണ്ടാന്ന് എഴുതുക. കണ്ടു. അപ്പോൾ കൂട്ടി വായിക്കുമ്പം കുട്ടി വിമാനം കണ്ടു, കുട്ടി വിമാനം കണ്ടു. അടുത്ത വാക്കാണ് കുട്ട നിറയെ പൂക്കൾ. കുട്ട നിറയെ പൂക്കൾ എങ്ങനെ എഴുതുക? ഫസ്റ്റ് നമ്മൾ കുട്ട എന്ന് എഴുതണം അല്ലേ? അപ്പോൾ കുട്ട എന്ന് എഴുതുമ്പം കാ എന്ന് എഴുതുന്നു. കു ട നിറയെ, ന നീ റ യെ, നിറയെ. കുട്ട നിറയെ എന്താണ്? പൂക്കൾ. അപ്പം വെറും പൂ എന്ന് എഴുതാൻ പറ്റൂല, ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് പൂക്കൾ. കാക്ക് എന്താണ്? ഒരു നീട്ടാൻ വേണം. പൂക്കൾ. കുട്ട നിറയെ പൂക്കൾ, കുട്ട നിറയെ പൂക്കൾ, കുട്ട നിറയെ പൂക്കൾ, കുട്ട നിറയെ പൂക്കൾ. അടുത്തതൊരു കേട്ടെഴുത്താണ്. ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഈ 3 വാക്ക് സെൻറ്റൻസും പഠിച്ചു. ഇനി ഒരു കേട്ടെഴുത്ത് അല്ലെങ്കിൽ ഡിക്റ്റേഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്താ നടക്കാൻ പോകുന്നത്? അതെ, ഡിക്റ്റേഷനാണ്. ഡിക്റ്റേഷൻ അല്ലെങ്കിൽ കേട്ടെഴുത്ത്. കേട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എഴുതാൻ പറയും, അത് കേട്ടിട്ട് എന്തെഴുതുക? കേട്ടിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, കേട്ടെഴുത്ത് അല്ലെങ്കിൽ ഡിക്റ്റേഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് ഇതാണ്, ശ്രദ്ധിച്ചോ. ആദ്യത്തെ വാക്ക് കുട്ടി വിമാനം കണ്ടു. വേഗം എഴുതിയേ, കുട്ടി വിമാനം കണ്ടു. ഒന്ന് നിന്നിട്ട് എഴുതണം കേട്ടോ. കുട്ടി വിമാനം കണ്ടു. വീഡിയോ പൗസ് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പം എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് മനു മാങ്ങ തിന്നു. മനു മാങ്ങ തിന്നു. വീഡിയോ പൗസ് ചെയ്തിട്ട് എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ റെസ്യൂം ചെയ്യണം. അപ്പം 2 എഴുതിയല്ലോ. ഇനി മൂന്നാമത്തത് മയിൽ പീലി വിടർത്തി. മയിൽ പീലി വിടർത്തി. വീഡിയോ പൗസ് ചെയ്യുക, എഴുതുക. എഴുതിയതിന് ശേഷം വീണ്ടും വീഡിയോ റെസ്യൂം ചെയ്യുക. അപ്പം എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യത്തെ വാക്യം എന്താണ് എഴുതാൻ പറഞ്ഞത്? ഓക്കെ, അപ്പം എല്ലാവരും 1 നിട്ടിട്ട് അതുപോലെ 2, 3 വാക്യങ്ങൾ എഴുതിയല്ലോ. അതിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്കുകളും എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിന് മാർക്കും നൽകണം. അപ്പം ഇവിടെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്താ എഴുതാൻ പറഞ്ഞത്? കുട്ടി വിമാനം കണ്ടു. അപ്പം കുട്ടി വിമാനം കണ്ടു എന്നെങ്ങനെ എഴുതുന്നത്? കുട്ടി വിമാനം കണ്ടു. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് നോക്കിയിട്ട് ഇതുപോലെയാണോ എന്ന് നോക്കിക്കേ. അക്ഷരങ്ങളും ചിഹ്നങ്ങളും എല്ലാം ശരിയാവണം. അങ്ങനെ നോട്ട്ബുക്കിൽ നോക്കിയിട്ട് ഇതുപോലെ എഴുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും 1 മാർക്ക് കൊടുക്കാം. നോട്ട്ബുക്ക് നോക്കിയിട്ട് ഇതുപോലെ എഴുതിയ കുട്ടികൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? 5 മാർക്ക് കൊടുക്കാം. 5 മാർക്ക്. ഇനി രണ്ടാമത്തത് എന്താ പറഞ്ഞത്? മനു മാങ്ങ തിന്നു. രണ്ടാമത്തത് മനു മാങ്ങ തിന്നു. മനു മാങ്ങ
തിന്നു. ഇതുപോലെ എഴുതിയവർ മാത്രം 5 മാർക്ക് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, മയിൽ പീലി വിടർത്തി. ഇതുപോലെ എഴുതിയവരെന്ത് ചെയ്യുക, 5 മാർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേട്ടെഴുത്ത് ഡിക്റ്റേഷനിൽ 15 മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് 5 സ്റ്റാർ ആണ് 15 മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് 5 സ്റ്റാർ. 1 2 3 4 5. അപ്പോൾ ആർക്കൊക്കെ 15 മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്, ലെസൺ 4. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.